ഹായ്, ഞാൻ ജോർജ് ആൻ്റണി. ഇത് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഈ ഒരു വീഡിയോ കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കാക്കനാട് മെട്രോയുടെ ഫേസ് 2 വർക്ക് കിടക്കേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മറ്റ് ആൾക്കാർ കാണണമെങ്കിൽ മനസ്സിലാകാൻ വേണ്ടി എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ മെയിനായിട്ട് ഇവിടെ നടക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ മാത്രമല്ല, എനിക്ക് തോന്നുന്നു പടമുകളിലും മെട്രോ സ്റ്റേഷനിൽ ഒരു പ്രശ്നം നടക്കണമെന്ന് ഞാൻ അറിഞ്ഞത്. ഇത് നമ്മുടെ ഞങ്ങളുടെയൊക്കെ ഇടവപ്പള്ളിയാണ് ഈ ചെമ്പൂക്ക് സെൻറ്റ് മൈക്കിൾസ് ചർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മെട്രോ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച അല്ലെങ്കിൽ അത് തീരുമാനത്തിലെത്തിയിട്ടില്ല മെട്രോ സ്റ്റേഷൻ വന്നതുമായിട്ട് ബന്ധപ്പെട്ട്. അതിൻ്റെ കാരണം നമ്മൾ എന്താണ് പറയുക, മെട്രോ സ്റ്റേഷൻ പള്ളി കോമ്പൗണ്ടിൽ തന്നെ വേണമെന്നാണ് വളരെ കുറച്ച് ആൾക്കാരുടെ തീരുമാനം. അപ്പോൾ ഇടവക ജനങ്ങളെല്ലാവരും കൂടി പറഞ്ഞേക്കണം മെട്രോ സ്റ്റേഷൻ ഇവിടെ കൊടുക്കൂല, അല്ലെങ്കിൽ പള്ളിയുടെ സ്ഥലം കൊടുക്കൂലെന്നാണ്. കാരണം ഓൾറെഡി റോഡ് വീതി കൂട്ടാനൊക്കെ ആയിട്ട് കൊടുത്ത് ശേഷം ഇപ്പോൾ എന്താ പറയുക, ഞാൻ കാര്യത്തിലേക്ക് വരാനും മുന്നേ പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഈ ഇടവക പള്ളിയിൽ 1300ഓളം കുടുംബങ്ങളുണ്ട്. അപ്പോൾ ഇൻറ്റു 3 അടിച്ചാൽ തന്നെ ഒരു 3 പേര് വെച്ച് മെമ്പേഴ്സ് വെച്ച് കൂട്ടിയാൽ തന്നെ ഒരു 4000 പേരോളം ഒരു മൊത്തത്തിലായി. അപ്പോൾ ഞാൻ ഏറ്റവും കുറഞ്ഞ കണക്കാണ് പറഞ്ഞത്. അത് പോരാണ്ട് പുറത്ത് ആൾക്കാരും വന്ന് കുർബാന കാണുന്ന സ്ഥലമാണ്. അപ്പോൾ അവരൊക്കെ വന്നത് വണ്ടിക്കൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ കാറൊന്നും പാർക്ക് ചെയ്യാൻ ഓൾറെഡി ഇപ്പം തന്നെ സ്ഥലമില്ല. കാരണം അപ്പുറത്ത് ഹാളുണ്ട്, റെൻറ്റിനോട് തന്നെയാണ്. ആകെ പാർക്ക് ചെയ്യാൻ ലെഫ്റ്റ് സൈഡിൽ മാത്രമാണ് ഇത്തിരി സ്ഥലമുള്ളത്. അതാണ് മെട്രോ സ്റ്റേഷന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു തർക്കം നടക്കുന്നുണ്ട്. അപ്പോൾ ആരും വികസനത്തിനെതിരല്ല കേട്ടോ. ഈ തർക്കം നടക്കണമെങ്കിൽ ഇവരാരും വികസനത്തിനെതിരല്ല. അത് ആദ്യമേ ഞാൻ പറയുന്നത് ആൾക്കാരുടെ ഉള്ളിൽ തെറ്റാറുണ്ട്. കാരണം മറ്റു മതസ്ഥരും ഈ വീഡിയോ കാണാതിരിക്കും. അതുകൊണ്ട് ഞാൻ എടുത്തൊന്നും കൂടി പറയണതാണ്. ഇതിന് മുന്നേ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഇപ്പോൾ വികസനത്തിൻ്റെ പേരിൽ ഇപ്പോൾ എൻ്റെ വീട് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവാനാണ്, ഈ പള്ളിയുടെ കോമ്പൗണ്ട് കൊടുക്കണമെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ തൊട്ടപ്പുറത്തെ പ്ലോട്ട് ഇത് കൊടുക്കാൻ തയ്യാറാണ് അവരെല്ലാവരും, ആ ഓണേഴ്സ്. അപ്പോൾ അവിടെ സ്ഥലം കിടന്നിട്ട് ഈ പള്ളിയുടെ കോമ്പൗണ്ടിൽ തന്നെ വേണമെന്നും പറഞ്ഞ് കുറച്ച് വാശി പിടിക്കണം. അതിൻ്റെയാണ് ഈ ഇടവക ജനങ്ങളെല്ലാവരും എതിരെ നിന്നിട്ട് ഒരു സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ആരും വികസനത്തിനെതിരല്ലെന്ന് ഞാൻ പറയുകയാണ്. കാരണം ഇപ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായങ്ങൾ ഞാനൊന്നും പറയാനില്ല. കാരണം ഞാനൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്കാണ് ഈ വീഡിയോ ഇടുന്നത്. പേഴ്സണൽ അഭിപ്രായങ്ങൾ ഞാൻ അവിടെ മീറ്റിങ്ങിലും മറ്റൊക്കെ ഞാൻ പറയാനുള്ള ഒരു കൂട്ടത്തിലാണ്, ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഞാനിത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മീറ്റിങ്ങും അത് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ, അതായത് ലേറ്റസ്റ്റ് അപ്ഡേഷൻ എന്തിൻ്റെ ഈ ചെമ്പൂക്ക് മെട്രോ സ്റ്റേഷൻ ഒരു സൈഡിലുള്ള ഏതാണ്ട് തീരുമാനത്തിലെത്തിയിട്ടില്ല. അതിൻ്റെ ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ്. കാരണം മറ്റു മതസ്ഥർക്ക് ഇവിടെ എന്താ നടക്കണമെന്നൊക്കെ അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ആദ്യമേ പറയുമ്പോൾ ഒരിക്കൽ കൂടി എടുത്തു പറയുകയാണ്, വികസനത്തിന് ഈ ടീമുകൾ ആരും എതിരല്ല. ഈ പള്ളിയുടെ കോമ്പൗണ്ട് ഈ സ്ഥലം വേണമെന്ന് പറയുന്നത് തൊട്ടിപ്പുറത്തെ സ്ഥലം കൊടുക്കാൻ ആൾക്കാർ തയ്യാറാണ്. അവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് കൊടുക്കാനുള്ള. നമുക്കിവിടെ പാർക്കിങ്ങിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും, ഭാവിയിൽ മറ്റുള്ള പ്രശ്നങ്ങളുണ്ടാവും എന്നുള്ള കാര്യങ്ങൾ കണ്ടിട്ടാണ് ഇത് സ്ഥലം കൊടുക്കാത്ത. അപ്പുറത്തൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഈ ഒരു വീഡിയോ കൂടി നിങ്ങൾ കണ്ടോ. കഴിഞ്ഞ തവണ ഇതേപോലെ ഒരു അപ്ഡേഷൻ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. അത് കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം. ഈ ഒരു സ്ഥലമാണ് വേണമെന്ന് അവർ പറഞ്ഞേക്കണത്. എന്നാൽ ഈ ഒരു പോർഷൻ ഇതുണ്ടാകും, ഇത്രയും പോർഷൻ അവർ കൊടുക്കാൻ തയ്യാറാണ്. ഇത് നമ്മുടെ കുട്ടിക്കുപ്പായവും സേവന മെഡിക്കൽസൊക്കെ ഇരിക്കണതല്ല. ഇത് 2 ബിൽഡിംഗ് ഇരിക്കുന്ന കടയും അപ്പുറത്ത് പുറകിലുള്ള സ്ഥലമൊക്കെ കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ ഈ ഒരു സ്ഥലം എന്താണോ കിട്ടുന്നത് അത് തന്നെ ഇപ്പുറത്ത് കിട്ടും. എന്നിട്ടും ഇത് തന്നെ വേണമെന്നുള്ളൊരു പ്രശ്നം അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ പള്ളിയുടെ ഓപ്പോസിറ്റ് സ്നേഹനിലയത്തിൻ്റെ കോമ്പൗണ്ട് ഇവിടെയാണ് 23 സെൻറ്റ് സ്ഥലം എടുത്തേക്കണം. കണ്ട, ഇത് ഈ കാണുന്ന എരമത്ത് റോഡാണ് സൈഡിൽ കൂടി കാണുന്നത്. കണ്ട, മറ്റേത് ഓപ്പോസിറ്റ് അവിടെ വരണമെന്നുള്ളതാണ്. അത് തൊട്ടപ്പുറത്ത് തന്നെ റെഡിയാണ് ഈ പറഞ്ഞവർ. എന്നിട്ടും അവിടെ തന്നെ വേണമെന്നുള്ള അവിടെ വേറൊരു ഫയർ ആൻഡ് സേഫ്റ്റി അല്ലെങ്കിൽ ഫയർഫോഴ്സോ എന്നും ഒരു വണ്ടിയും പോകില്ല. പാർക്കിംഗ് ഇല്ലാണ്ട് അവിടെ പ്രശ്നങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇടവക്കാർ വേറൊരു ഓപ്ഷൻ ഉള്ളത് കൊണ്ടുമാണ് ഇത് കൊടുക്കില്ലെന്ന് പറയണം. മനസ്സിലായത്? നേരെ മറിച്ച് ഇങ്ങനൊരു ഓപ്ഷൻ ഇല്ലേ നമ്മളിത് തയ്യാറാവണം എല്ലാവരും. കാരണം അതൊരു വികസനത്തിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേഷൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മീറ്റിംഗ് കൂടുകയുണ്ടായി എല്ലാവരും കൂടി. അങ്ങനെ അവസാനം എന്താണ് കേന്ദ്ര സമിതി അംഗങ്ങൾ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ എല്ലാവരും കൂടി ചേർന്ന്, അതുപോലെ ജനങ്ങൾ ഇവിടുത്തെ പൊതുയോഗം വിളിച്ച്, ഇവിടുത്തെ പുതിയ വികാരിച്ചം വിളിച്ച് പൊതുയോഗം വിളിച്ചായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ചർച്ച ചെയ്ത് ലാസ്റ്റ് തീരുമാനത്തിനെത്തിയത് നമ്മൾ ഈ സ്ഥലം വിട്ടുകൊടുക്കണില്ല, ചെമ്പൂക്ക് പള്ളിയുടെ സ്ഥലം വിട്ടുകൊടുക്കണില്ല. കാരണം അപ്പുറത്തെ സ്ഥലമുണ്ടല്ലോ. അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി എല്ലാവരും കൈയൊക്കെ പൊക്കി പാസ്സാക്കി അച്ഛനും ഓക്കെ പറഞ്ഞ് പോയതാണ് ഈ വികാരിച്ചൻ ഇപ്പോൾ ഇരിക്കണം. അപ്പോൾ അദ്ദേഹം പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഈ പി രാജീവ് മന്ത്രിയുമായിട്ടുള്ളൊരു മീറ്റിങ്ങിൽ ഈ കൂട്ടായ്മയിലുള്ള ആൾക്കാരും ഈ അച്ഛനും പിന്നെ ഈ പറഞ്ഞ കുറച്ച് മെയിൻ സംഘടനകളുടെ ആൾക്കാരും കൂടെ ഉണ്ടായിരുന്നു. ഇവരെല്ലാം കൂടി പോയിട്ട് പക്ഷേ ഈ വികാരിച്ചൻ അവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എനിക്കോ അരമനക്കോ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണെന്നാണ് കേട്ടത്. ഇന്നലത്തെ മീറ്റിങ്ങിൽ നടന്ന കാര്യങ്ങളാണ് നിങ്ങളോട് ചർച്ച ചെയ്യുന്നത്, അതായത് അല്ലെങ്കിൽ പറയുന്നത്. അതായത് അദ്ദേഹം പറഞ്ഞത് എനിക്കോ അരമനക്കോ അല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റ് ആൾക്കാർ ഇടവക അംഗങ്ങൾക്കോ യാതൊരുവിധ താല്പര്യക്കുറവുമില്ല, നിങ്ങൾ ഈ പള്ളിയുടെ സ്ഥലം എടുത്തോളാനാണ് പറഞ്ഞത്. അപ്പോൾ ഈ കൂടെ പോയവരൊക്കെ സത്യം പറഞ്ഞാൽ മണ്ടന്മാരായിരുന്നു വേണം പറയാം. അദ്ദേഹം മീറ്റിങ്ങിൽ ഇവിടെ പൊതുയോഗം വിളിച്ച് തീരുമാനം എടുത്തത് വേറെ,
അവിടെ പോയി മന്ത്രിയുടെ മുമ്പിലെത്തിയപ്പോൾ പറഞ്ഞത് വേറെ. വളരെ കുറച്ച് പേര് മാത്രം ഇതിനെതിരുള്ളതാണ്, കുറേ അധികം പേര് ഇതിനെതിരെ ഉണ്ട്. അതിൻ്റെ കാരണം ഇതാണ്, അപ്പുറത്തൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ടാണ് ഒരിക്കൽ കൂടി പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നത് നിങ്ങളുടെ മുമ്പിലേക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് ഈ ഇപ്പോൾ ഇലക്ഷൻ വന്നെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാനുള്ള കഴിവുമുണ്ട്. ഈ ഇലക്ഷൻ വന്ന ടൈമിൽ പല പാർട്ടികളും പല രീതിയിൽ, അതായത് നല്ല പാർട്ടികൾ നല്ല രീതിയിൽ അവർ വിജയിക്കാൻ നോക്കുള്ളൂ. ഇപ്പം ഞാനൊരു കൗൺസിലർ ആകാൻ വേണ്ടി ഇലക്ഷൻ നിൽക്കണമെന്ന് വെച്ചു, എനിക്ക് ഇത്ര നാൾ ഞാൻ വളർന്നു വന്നേക്കണം, എൻ്റെ നാട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു വിലയുണ്ട്. അല്ലാണ്ട് കള്ളത്തരം കാണിച്ച് ഇന്നലെ വരെ തെറ്റായിരുന്ന സാധനം ഇന്ന് ശരിയാക്കി, അല്ലെങ്കിൽ ഇന്നലെ വരെ ശരിയായ സാധനം ഇന്ന് തെറ്റാക്കി കാണിച്ചിട്ടൊന്നും ഒരിക്കലും നമ്മളൊരു വോട്ട് പിടിക്കാൻ പോകില്ല. കാരണം അതൊക്കെ ഒരു അന്തസ്സില്ലായ്മയാണെന്ന് പറയണം, അല്ലെങ്കിൽ ആ പാർട്ടിയുടെ വില കളയുന്ന ഒരു പരിപാടിയാണെന്ന് പറയണം. അതിൻ്റെ കാരണം ഞാൻ എന്താണെന്ന് വെച്ചാൽ, ഇത് ഇത്ര ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ലാസ്റ്റ് ഇതേപോലെ ഒരു അപ്ഡേഷൻ വീഡിയോ, ഈ മെട്രോ സ്റ്റേഷൻ്റെ അപ്ഡേഷൻ വീഡിയോ ചെയ്തിരുന്നത്, അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അതിൻ്റെ എൻഡിൽ ഞങ്ങൾ പറഞ്ഞു നിർത്തിയേക്കണം, ഞാനും ഇവിടെയുള്ള സൈമൺ എന്ന് പറഞ്ഞ ചേട്ടൻ കൂടി നിന്നിട്ടാണ് ആ വീഡിയോ ചെയ്തത്. അതിൻ്റെ എൻഡിൽ ഞങ്ങൾ പറഞ്ഞു നിർത്തിയത്, കണ്ടോട്ടെ ഇലക്ഷൻ തന്നെയാണ്, ഏതെങ്കിലും ഒരു പാർട്ടി ഇവിടെ കയറി വരും, എന്നിട്ട് ഈ പാർട്ടി ഇത് മറ്റേത് ഇത് മറിച്ച് ചെയ്തെന്ന് കാണിച്ചിട്ട് ഒരു വോട്ട് പിടിക്കാൻ നോക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആ വീഡിയോ അവസാനിപ്പിച്ചത്. അന്ന് അഡ്വാൻസ് ആയിട്ട് ചെയ്തു വെച്ചേക്കുന്ന കാര്യം അതിപ്പോൾ ചെയ്തു വെച്ചേക്കൊണ്ട് നിങ്ങൾക്കുള്ളവിടുത്തെ എനിക്ക് പറയാം. കാരണം ഞങ്ങൾ അന്നേ പ്ലാനിലാണ്, ഇത് എന്താണ് ഇവർ ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി ഇരുന്നല്ലേ ചർച്ച ചെയ്യണം. അതുപോലെ ചർച്ച ചെയ്ത് തീരുമാനം എടുത്താണ്, ഇത് വിട്ടുകൊടുക്കില്ല. കാരണം അപ്പുറത്തൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഒന്നുകൂടി പറയണത്. അപ്പോൾ ഇതിന് ശേഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം കൂടി പറയണത്, ഇന്നലെ ഒരു വ്യക്തി എഴുന്നേറ്റ് പറഞ്ഞ് അവിടെ ഒരു പാർട്ടി ഇങ്ങനെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കുരുട്ട് ബുദ്ധി ഉപയോഗിച്ച് അവരുടെ പാർട്ടി ഇതിനെ അനുകൂലിച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പോകണമെന്ന് കേട്ടു. അപ്പോൾ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പോൾ തെറ്റൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇപ്പോൾ പള്ളി വിടുക, അമ്പലം ആയിക്കോട്ടെ, ഒരു മുസ്ലിം പള്ളി ആയിക്കോട്ടെ, എല്ലാം ജനങ്ങളാണ് വലുത്. അല്ലാണ്ട് പാർട്ടിയും രാഷ്ട്രീയമോ അല്ലെങ്കിൽ മതമൊക്കെ വേറെയാണ്, അത് രണ്ടാമതേ കാണാൻ പാടുള്ളൂ. എൻ്റെ ഒരു ചിന്താഗതിയും പറഞ്ഞാണ്. അപ്പോൾ ഇപ്പോൾ ഈ പള്ളി വിട്ടിട്ട് അമ്പലത്തിലായിക്കോട്ടെ, മുസ്ലിം പള്ളിയിലായിക്കോട്ടെ, അങ്ങനെ അവിടെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെയുള്ള കൗൺസിലർമാർ, അവിടെയുള്ള മന്ത്രിമാർ, MLA മാർ, അല്ലെങ്കിൽ അവിടുത്തെ എല്ലാവരും കൂടി ചേർന്നിട്ടൊരു തീരുമാനത്തിലുണ്ടാകും. ഒരു പൊതുയോഗം വിളിച്ചിട്ട് ഇതുപോലെ വിളിച്ചിട്ട് വേണം തീരുമാനത്തിലെത്താൻ. അല്ലാണ്ട് ഒരു പാർട്ടി മാത്രം മുന്നിലോട്ട് വന്നിട്ട് അവരെന്തൊക്കെ ചെയ്തെന്ന് കാണിച്ച് ഇലക്ഷന് വേണ്ടി വോട്ട് പിടിക്കാനുള്ള പരിപാടിയാണെന്നും പറഞ്ഞ ഒരാൾ ഇന്നലെ പറഞ്ഞപ്പോൾ അവിടെ ഒരു തീരുമാനം കൂടി എടുത്തു. അതുകൂടി നിങ്ങളോട് പറയണേണ്. അവിടെ ഇരുന്ന് വെച്ച ജനങ്ങൾ, ആ ഇടവക ജനങ്ങൾ പറഞ്ഞെന്താണെന്ന് അറിയാമോ, സ്വന്തം പാർട്ടി ആണെങ്കിൽ പോലും, ന്യായമായ കാര്യത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയേക്കണമല്ലോ. അപ്പം സ്വന്തം പാർട്ടി ആണെങ്കിൽ പോലും എൻ്റെയോ എൻ്റെ വീട്ടിലെയോ ഒരു വോട്ട് പോലും അങ്ങനെ ഒരു പാർട്ടി മുന്നിൽ വന്ന് ഈ കുരുട്ട് ബുദ്ധി ഉപയോഗിച്ച് എന്തെങ്കിലും കാണിച്ച് ഇലക്ഷന് വോട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ എൻ്റെയോ എൻ്റെ കുടുംബത്തിൻ്റെയോ ഒരു അംഗത്തിൻ്റെയും വോട്ട് ആ പാർട്ടിക്ക് കൊടുക്കില്ല എന്നാണ് ഇന്നലത്തെ ഒരു മീറ്റിങ്ങിൽ തീരുമാനിച്ചേക്കണം. അതുകൂടി ഞാൻ നിങ്ങളോട് പറയണേണ്. അപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഞാൻ പറഞ്ഞില്ലേ, വികാരിച്ചൻ കൈ മലത്തിയെന്നാണ് പറയണത്, പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് ഗ്രൂപ്പുകളിലൊക്കെ ഭയങ്കര മെസ്സേജാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാത്ത വേറൊരു കോമഡി എന്ന് വെച്ചാൽ, ഈ വികാരിച്ചനൊക്കെ ഇന്ന് വരും നാളെ പോവും. അവർ ഇടവക ജനങ്ങൾ, അവർ കുഞ്ഞിലോട്ട് കാണുന്നവർ, നമ്മളൊക്കെ കളിച്ചു വന്ന് നമ്മുടെ അപ്പച്ചന്മാർ, അമ്മമാർ, ആൻറ്റിമാർ, നമ്മുടെ പെങ്ങാമാർ, കൂട്ടുകാരെല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിന്നാൽ ഇവിടെ ഒരു പണി നടക്കില്ല. അത് ഏത് വികാരിച്ചെന്നാൽ ഇത് ആ വികാരിച്ചിനെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞല്ല ഇവിടെ അത്രയും വിഷയമായിക്കൊണ്ടിരിക്കണം ഈ ചർച്ചകൾ. ഇത് പക്ഷേ പുറത്തേക്ക് വന്നിട്ടില്ല. നേരെ മറിച്ച് 2 വാർത്തയിൽ വന്നാൽ അടുത്തത് ചിലപ്പോൾ അരമനക്ക് സമരത്തിന് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്ന് നടന്നുകൊണ്ട്. അങ്ങനെ വന്നാൽ നിങ്ങളെല്ലാവരും കാര്യങ്ങൾ അറിയും. കാരണം ഈ സമരം നടന്നു പോകുമ്പോൾ വാർത്താ ചാനലുകാർ അത് എടുക്കും, ഓരോരുത്തർക്കും മൈക്ക് നേരെ വരും, അത് അവരുടെ സ്പേസാണ്, എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ പുറത്ത് പലരും അറിയണ. ഇതിന് മുന്നേ നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ സത്യത്തിൽ എനിക്കിതൊക്കെ പറയണമെന്നല്ലായിരുന്നു എൻ്റെ ഒരു മൈൻഡ് വെച്ച്. പക്ഷേ അപ്പുറത്തെ സൈഡ് എന്നോട് നോ എന്ന് പറയണ ഉള്ളിൽ നിന്ന്. എന്താ കാര്യം എന്നറിയോ, നമ്മുടെ കുടുംബത്തിലെ പ്രശ്നം ഞാനും ഇപ്പം എൻ്റെ ബ്രദറോ അല്ലെങ്കിൽ എൻ്റെ അപ്പനോ അമ്മയായിട്ടൊരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ അവിടെ തീർക്കാണ്ടാണ് നോക്കേണ്ടത്. പുറത്ത് ആൾക്കാരിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുറേ പേരിൽ നിന്ന് അത് ചിരിക്കും, അത് മുതലെടുക്കും. അങ്ങനെ അതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യം. അപ്പോൾ ഈ പാർട്ടിയുടെ പേര് പറയാൻ പേടിച്ചിട്ടില്ല, നേരെ മറിച്ച് നമ്മളൊരു പബ്ലിക് ഇതിലേക്കാണ് ഞാനിപ്പോൾ ഈ വീഡിയോ തരുന്നത്. അപ്പോൾ ഒരു പാർട്ടീനെ നമ്മൾ ഈ ഇലക്ഷൻ വരുമ്പോൾ തരം താഴ്ത്തി അല്ലെങ്കിൽ അവരെ വോട്ട് കളയാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറയണ്ട. പക്ഷേ അതെല്ലാം എനിക്ക് നേരത്തെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഒരു അപ്ഡേഷൻ വീഡിയോ ഇട്ടപ്പോൾ ഇതിട്ടത്, ഈ രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെ വരും, ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ അന്ന് പറഞ്ഞു വെച്ചത് അതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ ഇങ്ങനെയുള്ള കുരുട്ട് ബുദ്ധി ഉപയോഗിച്ച് ഇറങ്ങണവരൊരു കാര്യം ചിന്തിക്കുക, നിങ്ങളുടെ വോട്ട് കളയണോ? കാരണം ഈ ഒരു ഇടവകയിൽ ഞാൻ ഏറ്റവും ചെറിയൊരു ഇതാണ് പറഞ്ഞത്, ഇൻറ്റു 3 വെച്ചിട്ട് 4000 പേരോളം വരുന്നു. ഈ 4000 വോട്ട് നിങ്ങൾക്ക് കളയണോ? നിങ്ങൾ തന്നെ തീരുമാനിക്കുക. കാരണം ഇത് പൊതു ചർച്ചയിലേക്ക് വെക്കുക. എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിലും ഇവിടെയുള്ള ഒരു പാർട്ടിയൊന്നും നോക്കരുത്, എല്ലാ പാർട്ടിക്കാരും വരിക, ഇവിടെയുള്ള മന്ത്രി, MLA എല്ലാവരും, ഈ ഇടവക ജനങ്ങളെല്ലാവരും വിളിച്ചിരുത്തിട്ട്, മറ്റു മതസ്ഥരെ, ഹിന്ദുസിനെയും മുസ്ലിംസിനെയും വിളിച്ചിരുത്തിട്ട് ഇത് എന്താണ് ഇവിടെ നടക്കുന്നത് കൃത്യമായി അന്വേഷിച്ച് ഇവിടെ വരെ എങ്ങനെ എത്തി ഈ ഒരു പ്രശ്നം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവിടെ നടന്നത് എല്ലാം അന്വേഷിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകുക. നല്ല കാര്യങ്ങളാണ്, ഞങ്ങൾ തിരുത്താൻ റെഡിയാണ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ സംഘടനയുണ്ട്, ഞാനും ഉണ്ടോ, എല്ലാ സംഘടനയിലും ഞാനുള്ളതാണ്. അപ്പോൾ
ഞാൻ പറഞ്ഞത് ഇത് ജനങ്ങൾ വേറെ രീതിയിൽ കാണരുത്. മറ്റു മതസ്ഥരും ഇവിടെ ഈ ചെമ്പൂക്ക് ജംഗ്ഷനിൽ അല്ലെങ്കിൽ കാക്കനാട് ഏരിയയിലുള്ളതാണ്. അവർക്കൊരു തെറ്റുകാരൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് ബാക്കി അപ്ഡേഷൻസ് പുറകെ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.